മലയാളം 34ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ കൂട്ടക്ഷരങ്ങളാണ്. കൂട്ടക്ഷരങ്ങൾ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഠ എന്ന അക്ഷരമാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്നത്. ഡ്, അതായത് 2 ഡ കൂടിയതാണ് ഠ എന്ന് പറയുന്നത്. ഡ് തമ്പ, ഡ സമടുങ്ങൻ, ട. ഓക്കെ, അപ്പോൾ ട വരുന്ന 1-2 ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യമായി മുട്ട, മുട്ട. തെല്ലൂർ, എഗ്. ഓക്കെ, രണ്ടാമത്തെ ഉദാഹരണം 8, 8. ലാപ്പാൻ, 8. ഇതാണ് കൂട്ടക്ഷരമായ ടായുടെ 2 ഉദാഹരണങ്ങൾ. അടുത്ത ഒരു കൂട്ടക്ഷരമാണ് ഡ. നമ്മൾ ടവർഗത്തിലെ ടട്ട, ഡഡണ്ണ എന്നതിലെ ഡ, 2 ഡ കൂടി വരുന്ന ഡ. ഒരു ഉദാഹരണം ലഡ്ഡു, ലഡ്ഡു, ലഡ്ഡു. മറ്റൊരു ഉദാഹരണമാണ് ഇഡ്ഡലി, ഇഡ്ഡലി, ഇഡ്ലി. ഓക്കെ, മറ്റൊരു കൂട്ടക്ഷരമാണ് ണ, ണ. ണ് തമ്പ ണ, 2 ണ ചേർന്ന് വരുന്ന ണ. അതിൻ്റെ ഒരു ഉദാഹരണം എണ്ണ, എണ്ണ. മിഞ്ഞ, ഓയിൽ. ഓക്കെ, അതുപോലെ മറ്റൊരു ഉദാഹരണം മണ്ണ്, മണ്ണ്. തന, സോയിൽ. ണ വരുന്ന 1-2 വാക്കുകൾ കൂടി നമുക്ക് പഠിക്കാം. മണ്ണിനടിയിൽ എണ്ണയുണ്ട്, മണ്ണിനടിയിൽ എണ്ണയുണ്ട്. അഥവാ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് നമുക്ക് എണ്ണ ലഭിക്കുന്നത്. തിർഡാപ്പാട്ട് മിഞ്ഞ ഡീബവ തന. മറ്റൊരു ഉദാഹരണം കുട്ടയിൽ മുട്ടയുണ്ട്, കുട്ടയിൽ മുട്ടയുണ്ട്. അടുത്തെല്ലൂർ ഡല്ലാം ബക്കുൾ. ഓക്കെ, ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഡ് തമ്പ, ഡ സമടുങ്ങൻ, ട, ട. ഓക്കെ, അതിൻ്റെ ഉദാഹരണം ഇനി മ, മു, മുട്ട, മുട്ട. തെല്ലൂർ. മറ്റൊരു ഉദാഹരണം എ, 8, 8. ലാപ്പൻ. ഓക്കെ, മറ്റൊരു ഉദാഹരണമാണ് ഡ് തമ്പ ഡ സമടുങ്ങൻ, ഡ, ഡ. അതിൻ്റെ ഉദാഹരണം ല, ലഡ്ഡു, ലഡ്ഡു. മറ്റൊരു ഉദാഹരണം ഈ, ഇഡ, എന്താ ഇഡ്ഡലി. മറ്റൊരു അക്ഷരമാണ് ണ്,
തമ്പ ന sama dengan na. Na. അതിൻ്റെ ഉദാഹരണം ഒന്ന് എണ്ണ. എണ്ണ മിഞ്ഞ. മ മണ്ണ്. മണ്ണ് തന. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ട ഢ ണ ഈ 3 കൂട്ടക്ഷരങ്ങൾ വായിക്കാനും എഴുതാനുമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ മലയാളത്തിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് എന്താണ് പേര് എന്ന് നോക്കാം. മലായു അങ്കോത്ത ബദൽ. ആദ്യമായി കൈ. കൈ താങ്ങാൻ. കാല് കാക്കി. കാല് കാക്കി. മറ്റൊന്ന് കണ്ണ്. കണ്ണ്. മത്ത് ചെവി. ചെവി. സാധാരണ കാത് എന്നും പറയാറുണ്ട്, ചെവി തെലുങ്ക്. മറ്റൊന്ന് മൂക്ക്. മുഖ് അല്ല, മൂക്ക്. മൂക്ക് ഹിഡോങ്. നെക്സ്റ്റ് ചുണ്ട്. ചുണ്ട് ബിബിർ. ഓക്കെ, നെക്സ്റ്റ് പല്ല്. പല്ല് ഗിഗി. മറ്റൊന്ന് നാവ്. നാവ് ലിഡ. വിരൽ. വിരൽ ജാരി. ഓക്കെ, മറ്റൊന്നാണ് നഖം. നഖം കൂക്കു. കഴുത്ത്. കഴുത്ത് ലെഹർ. വയറ്. പള്ള. വയറ് പെറൂട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മുടി. മുടി സാധാരണ നമ്മളെ റമ്പ്. മുടിക്ക് റമ്പ്. മറ്റൊന്ന് നമ്മുടെ കൈമുട്ട്. കൈമുട്ട് സിക്കുതങ്ങൻ. കാൽമുട്ട് ലുത്തുത്ത്. പൊക്കിൽ. പൊക്കിൽ പുസ്സാട്ട്. ഇങ്ങനെ ധാരാളം മലയാള വാക്കുകൾ പറഞ്ഞ് നമ്മുടെ മലയാള ഭാഷ നമ്മൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ.